അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. വ്യാജ പോക്സോ കേസ് ചുമത്തി 3.50 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതിയിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന് കോടതി ഉത്തരവ്. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മൂവാറ്റുപുഴ വിജിലൻസ് ജഡ്ജ് രാജേഷ് ജിയാണ് ഉത്തരവിട്ടത്. പോലീസ് ഉദ്യോഗസ്ഥൻ വ്യാജ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതായും 3.50 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതായും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതുമായ പരാതിയിൽ ഇടുക്കി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി. അന്വേഷണം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മൂവാറ്റുപുഴ എൻക്വയറി കമ്മീഷണറും സ്പെഷ്യൽ വിജിലൻസ് ജഡ്ജുമായ രാജേഷ് ജിയാണ് ഉത്തരവിട്ടത്. മുട്ടം സ്വദേശിനി രമ്യ ജെ സമർപ്പിച്ച പരാതിയിലാണ് കോടതിയുടെ നടപടി. കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന 1-ാം പ്രതി ബന്ധുക്കളുടെ സ്വാധീനത്തിന് വഴങ്ങി പരാതിക്കാരിക്കും ഭർത്താവിനുമെതിരെ വ്യാജ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതായും കേസ് ഒത്തുതീർക്കുന്നതിനായി 3.50 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതായും പരാതിയിൽ ആരോപിക്കുന്നു. പരാതിക്കാരിയെ നിയമവിരുദ്ധമായി പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചതായും ഭർത്താവിന്റെ വാഹനം അനധികൃതമായി പിടിച്ചുവെച്ചതായും പരാതിയിൽ പറയുന്നു. 1-ാം പ്രതിയുമായുള്ള സംഭാഷണത്തിന് ശബ്ദരേഖയും പരാതിക്കാരി കോടതിയിൽ ഹാജരാക്കി. പരാതിയിലെ ആരോപണങ്ങൾ അതീവ ഗുരുതരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിലെ ആരോപണങ്ങൾ പൊതുസേവകന്റെ ഔദ്യോഗിക ശുപാർശയോ തീരുമാനമോ സംബന്ധിച്ച് അല്ലാത്തതിനാൽ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നും കോടതി വ്യക്തമാക്കി. അതിനാൽ നേരിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിടാതെ ആരോപണങ്ങളുടെ സത്യാവസ്ഥ പരിശോധിക്കുന്നതിനായി ഇടുക്കി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയോട് പ്രാഥമിക അന്വേഷണം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. പരാതിക്കാരിക്കായി വിജിലൻസ് അഭിഭാഷകൻ അഡ്വക്കേറ്റ് NB തങ്കച്ചൻ ഹാജരായി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.